കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീക്ക് പരിചരണം നൽകിയില്ല എന്ന പരാതിയിൽ ആരോഗ്യവകുപ്പിന്റെ ജില്ലാതല അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ ഡിഎംഒയുടെ വിലയിരുത്തൽ അനുസരിച്ച് കേസെടുക്കുമെന്ന് പോലീസ്. പ്രസവശേഷം തലച്ചോറിന് ക്ഷതമേറ്റ കുഞ്ഞ് ഏപ്രിൽ 15-നാണ് മരിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എന്താണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? വേണു, നിലവിൽ ഈ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഡിഎംഒ ഇതുമായി ഈ റിപ്പോർട്ട് പരിശോധിച്ച് വരികയാണ്. ഈ താമരശ്ശേരിയിലുള്ള പുതുപ്പാടി സ്വദേശി കൂടിയായ ബിന്ദു ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രസവവേദനയുമായി എത്തുകയും തുടർന്ന് കൃത്യമായ പരിചരണം ലഭിച്ചിട്ടില്ല എന്ന കാര്യം 24 ആണ് പുറത്തു കൊണ്ടുവരുന്നത്. തൻ്റെ തന്നെ അടിവസ്ത്രം വലിച്ചു കെട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു എന്നുള്ളതായിരുന്നു ബിന്ദുവിൻ്റെ പരാതി. പിന്നാലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി ജനിച്ച കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുകയും 4 മാസത്തോളം വെന്റിലേറ്ററിൽ കിടന്നതിന് ശേഷം ഏപ്രിൽ 15-ന് മരിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിലാണ് ഒരു അന്വേഷണം നടത്തി ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം ബിന്ദുവിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ഡിഎംഒയോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിഎംഒ അഡീഷണൽ ഡിഎംഒയെ ചുമതലപ്പെടുത്തി ഒരു അന്വേഷണ സമിതിക്ക് രൂപം നൽകുന്നത്. ഈ അന്വേഷണ സമിതി അഡീഷണൽ ഡിഎംഒയുടെ നേതൃത്വത്തിൽ ബിന്ദുവിന്റെ മൊഴിയെടുക്കുകയും ഈ ആരോഗ്യ പ്രവർത്തകരുടെ, ഡോക്ടറും നഴ്സും അടക്കമുള്ളവരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ അഡീഷണൽ ഡിഎംഒ ടി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് ഡിഎംഒയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഡിഎംഒ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരം താമരശ്ശേരി പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്, താമരശ്ശേരി പോലീസും നിലവിൽ ഈ ഡോക്ടറുടെയും ഈ ആരോപണ വിധേയരായ നഴ്സസിന്റെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഡിഎംഒ ഈ അന്വേഷണ റിപ്പോർട്ടിൽ എടുക്കുന്ന നടപടി എന്നതിനനുസരിച്ചായിരിക്കും കേസെടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിലവിൽ താമരശ്ശേരി പോലീസും വ്യക്തമാക്കുന്നത്. വേണു, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.